ഇന്നൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. മുരിങ്ങക്കായും പരിപ്പും കൂടി ഇട്ടിട്ടുള്ളൊരു തോരൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് തോരപ്പരിപ്പാണ്. ഒരു കൈയും പിന്നെ കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. തോരപ്പരിപ്പ് ഇത്തിരി കൂടുതൽ ഇടുന്നതാണ് എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ കുറച്ച് തേങ്ങ, അതിൽ 2-3 ചെറിയ ഉള്ളി ഇട്ട് ചതച്ചെടുക്കണം. നമ്മൾ കൈ കൊണ്ട് ഞെരടി എടുക്കണ്ട, അത് മിക്സിയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇത് മുരിങ്ങക്കായ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക. അത് നെടുകെ മുറിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലത്തെ പീസായിട്ട് മുറിച്ചെടുത്താൽ മതി. ഇനി തോരപ്പരിപ്പ് ഒരു കുക്കറിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് നന്നായിട്ട് തന്നെ ഉടഞ്ഞ് പോണ പരുവത്തിൽ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തേക്കണേ. മറ്റേ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്തെ മരത്തിലിരുന്ന് 2 അണ്ണാൻകുഞ്ഞുങ്ങൾ ഇരുന്ന് ഒച്ചയെടുക്കുക. ഇങ്ങനെ ഓടി നടക്കും അപ്പുറത്ത്. നല്ല രസമാണ് കാണാം. മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിക്കാം. ഇപ്പോൾ അതൊക്കെ മൂത്ത് തുടങ്ങി. ഇനി അതിലേക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാം. 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. നമ്മൾ പരിപ്പിൽ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചേക്കണേ, അപ്പോൾ അതുകൊണ്ട് ഇതിൽ അത്രയും ഇട്ടാൽ മതി. പിന്നെ മുളക് പൊടി അവരവരുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. മുളക് പൊടി മാത്രമേ നമ്മളിതിൽ എരിവിനായിട്ട് ചേർക്കണുള്ളൂ. പച്ചമുളകോ കുരുമുളകോ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഉപ്പും കൂടി ഇട്ടിട്ട് അത് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോയിട്ട് മുരിങ്ങക്ക വേവാതിരിക്കും. ഇനി ഉപ്പിടുമ്പോഴും ശ്രദ്ധിക്കുക. പരിപ്പിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇതിൽ ഉപ്പിടാനായിട്ട്. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം പറ്റിയൊന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഇനി അത് വെന്ത് ഇതായി കഴിയുമ്പോഴത്തേക്കും പരിപ്പ് ഇട്ടു. പരിപ്പ് ഇതുപോലെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് വെള്ളം കുറേ വറ്റി ഒരു കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും തേങ്ങയും കൂടി ചതച്ച് വെച്ചതുണ്ടല്ലോ, അത് ഇട്ട് കൊടുത്താൽ മതി. അത് നടുവിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് സൈഡിൽ നിന്നെല്ലാം അതിന് മീതയിലേക്ക് ആക്കി കൊടുക്കുക. ഗ്രേവിയും മുരിങ്ങക്കായും എല്ലാം. ആ തേങ്ങ ഒന്ന് വെന്ത് കിട്ടണം, അത്രയേ ഉള്ളൂ. ഈ സമയത്തെല്ലാം ഫ്ലെയിം സിമ്മിലായിരിക്കാൻ ശ്രദ്ധിക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോകും. തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റി കൊടുക്കുക. അപ്പോഴാണ് ആ തേങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. അതിനുശേഷം അത് എല്ലാ ഭാഗത്തേക്കും തേങ്ങ എത്തത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ മുരിങ്ങക്ക പരിപ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ട്രൈ ചെയ്യാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്യുന്നവർ അതിൻ്റെ ഫോട്ടോസ് എടുത്ത് എനിക്ക് മെയിൽ അയക്കാൻ മറക്കല്ലേ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.